നമുക്കൊരു രസം ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇവയാണ്. ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ചട്ടി തീയെ വെച്ച് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുന്ന കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പൊടികളെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പുളിവെള്ളം, വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ രസപ്പൊടി യൂസ് ചെയ്യുന്നില്ല. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ.